അഹമ്മദാബാദ് വിമാന ദുരന്തം ഒരു ദുരൂഹതയായിട്ട് തുടരുകയാണ്. ലോകം ഇന്നുവരെ കാണാത്ത ഒരു അപൂർവമായിട്ടുള്ള ഒരു അപകടമായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് 15 സെക്കൻഡിനുള്ളിൽ അതിൻ്റെ ലാൻഡിംഗ് ഗിയർ റീട്രാക്ട് ചെയ്യേണ്ടതാണ്. പൈലറ്റ് അത് ചെയ്തിട്ടില്ല. അതിൻ്റെ ഫ്ലാപ്സും ഒന്നും ചെയ്തിട്ടില്ല. അത് ടേക്ക് ഓഫ് ചെയ്യുന്നതിനനുസരിച്ച് അതിന് മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. അതും ചെയ്തിട്ടില്ല. മാത്രമല്ല, വിമാനത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളത് അതിനുള്ളിൽ AC വർക്ക് ചെയ്യുന്നില്ല, മറ്റുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഒന്നും ഉള്ളിൽ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 എഞ്ചിനുകളും തകരാറായി. ഇതൊന്നും ലോകത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. കാരണം ഈ വിമാനം സാധാരണ ഒരു വിമാനമല്ല. ബോയിങ്ങിൻ്റെ സ്പെഷ്യൽ കാറ്റഗറി 787 ഡ്രീം ലൈനറാണ് ഈ വിമാനം. ലോകത്തിൻ്റെ ഒരുപാട് രാജ്യങ്ങളിൽ ഇതുപോലുള്ള വിമാനങ്ങൾ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകോത്തര നിലവാരമുള്ള ടെക്നോളജിയാണ്, സാങ്കേതികവിദ്യയാണ്. ഇവിടുന്ന് ഇത് ലണ്ടൻ വരെ പോകേണ്ട ഒരു വിമാനമാണ്. അതിനൂതന സാങ്കേതികവിദ്യയുള്ള ഒരു വിമാനമാണ്. ഒറ്റ സ്ട്രെച്ചിൽ തന്നെ 13,000 കിലോമീറ്റർ ഇതിന് പറക്കാനായിട്ട് കഴിയും ഫ്യൂൽ അടിക്കാതെ. അപ്പോൾ ഇത് ലണ്ടനിലേക്ക് പോകുന്നതായതുകൊണ്ട് ഇതിൻ്റെ 2 ടാങ്കുകളും നിറഞ്ഞായിരുന്നു അവർ വെച്ചിരുന്നത്. കാരണം അഹമ്മദാബാദിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്താൽ പിന്നെ ഡയറക്റ്റായിട്ട് ലണ്ടനിലേക്ക് പോകുന്ന വിമാനമായിരുന്നു. അതുകൊണ്ട് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അതിൻ്റെ ഇലക്ട്രോണിക്സിന് ഇത്രയും വേഗം എങ്ങനെ കേട് വന്നു എന്നുള്ളത് ആർക്കും അറിയില്ല. കുറേ നാളുകൾക്ക് മുമ്പ് ഖലിസ്ഥാൻ തീവ്രവാദിയായിട്ടുള്ള ഒരു വ്യക്തി കാനഡയിൽ ഇരുന്നിട്ട് എയർ ഇന്ത്യ വിമാനങ്ങളെല്ലാം തകർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടാണ് ഈ പരിപാടികളൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. കുറച്ച് കപ്പലുകൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് കത്തിപ്പോവുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ട് ഒരു അട്ടിമറി സാധ്യത ഉണ്ട് എന്ന് നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ എഞ്ചിനീയർമാർ ഇതെല്ലാം പരിശോധിക്കുന്നതാണ്. പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുക, അത് ഒരുപാട് ദുരൂഹതയാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല. വിമാനം മറ്റേതെങ്കിലും ഡിവൈസ് വെച്ച് പുറമേയുള്ള ആരെങ്കിലും കൺട്രോൾ ചെയ്തിട്ടുണ്ടോ എന്ന് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷേ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എവിടെയോ കാണുന്നുണ്ട്. അതാണ് ഈ അഹമ്മദാബാദ് ദുരന്തത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല, അത് ഗുജറാത്തിലും കൂടെയാണ്. വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ വിമാനാപകടം നടന്നിട്ടുള്ളത്. ഇതുപോലൊരു ആക്സിഡൻറ്റ് ഇന്ത്യ ഇന്നുവരെ കണ്ടിട്ടുമില്ല. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.